IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചാമ്പ്യന്മാർ. പ്ലേസ്റ്റിംഗ് IPL-ൽ ഗുജറാത്തിനെ 4 വിക്കറ്റിന് തകർത്ത RCBക്ക് തുടർച്ചയായ രണ്ടാം കിരീടമാണ്. 155 റൺസ് 12 പന്തുകൾ ബാക്കി നിൽക്കെ RCB മറികടന്നു. ഫൈനലിൽ അതിവേഗ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ വിരാട് കോഹ്ലിയാണ് RCBയുടെ വിജയശില്പി. കോഹ്ലി 42 പന്തിൽ 75 റൺസ് എടുത്തു. ചെന്നൈക്കും മുംബൈക്കും ശേഷം കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ സംഘമാണ് RCB. രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി ഓറഞ്ച് ക്യാപ്പും ഗുജറാത്തിന്റെ കാഗിഗോ റബാഡ പർപ്പിൾ ക്യാപ്പും സ്വന്തമാക്കി. ഖിലാഫ് അഹമ്മദ് സ്പോർട്സ് ഡെസ്കിൽ നമ്മളോടൊപ്പമുണ്ട്. ഖിലാഫെ, ത്രസിപ്പിക്കുന്ന ജയമാണ്, എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ത്രസിപ്പിക്കുന്ന ജയം തന്നെയാണ് ഇപ്പോൾ RCBയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതും തുടർച്ചയായ രണ്ടാം വർഷവും RCB കിരീടം തൂക്കിയിരിക്കുന്നു. ഒപ്പം രജത് പട്ടിദാർ നായകനായി എത്തിയിട്ടുള്ള രണ്ടാം സീസണാണ്. ആ സീസണിൽ കൂടി ഈ ഒരു കിരീടം ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എല്ലാ കാലത്തും ചേസ് മാസ്റ്റർ എന്ന വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഇപ്രാവശ്യവും വിരാട് കോഹ്ലി ഒരു മികച്ച ഇന്നിംഗ്സുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. താരം പുറത്താകാതെ എടുത്ത 75 റൺസിന്റെ കരുത്തോടെയാണ് ബംഗളൂരു കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. 10ാം സീസണിലെ കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. 156 റൺസ് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് അനായാസം ബംഗളൂരിന് എത്താൻ സാധിച്ചത് വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയാണ്. കരിയറിലെ തന്നെ IPL കരിയറിലെ നോക്കുകയാണെങ്കിൽ അതിവേഗ അർദ്ധ സെഞ്ചുറിയുമാണ് ഈ ഒരു മത്സരത്തിൽ വിരാട് കോഹ്ലി കുറിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ 155 റൺസിൽ ഗുജറാത്തിനെ എറിഞ്ഞിട്ട ബംഗളൂരു ബോളർമാരുടെ രീതിയിൽ തന്നെയായിരുന്നു ആദ്യം തന്നെ ബാറ്റിംഗിലേക്ക് എത്തിയപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ബാറ്റിംഗ് നിരയും കാഴ്ചവെച്ചത്. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് തുടക്കത്തിൽ തന്നെ വെങ്കടേഷ് അയ്യറിന്റെ ഒരു വെടിക്കെട്ട് 32 റൺസാണ് വെങ്കടേഷ് അയ്യർ എടുത്തത്. പിന്നാലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേവദത്ത് പടിക്കൽ അല്പം നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീടെത്തിയ രജത് പട്ടിദാറും ഒരു മികച്ച ഇന്നിംഗ്സ് തന്നെ കാഴ്ചവെച്ചു. ടിം ഡേവിഡും ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. കൂടാതെ അവസാന ഓവറുകളിൽ ജിതേഷ് ശർമ്മ വിരാട് കോഹ്ലിക്ക് ഒരു മികച്ച പിന്തുണയുമായി അവസാന ഓവറുകളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഒരു മികച്ച വിജയത്തോടെ തന്നെ ഒരു വലിയൊരു വിജയത്തോടെ തന്നെ ഈ ഒരു സീസണിൽ കിരീടം നേടുന്ന മൂന്നാമത്തെ നിരം, അതായത് കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീമാവാൻ RCBക്ക് സാധിച്ചിരിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ രുജീഷ് കൂടി നമ്മളോട് ചേർന്നു. ഒരു വലിയൊരു വിജയം തന്നെ ഇപ്രാവശ്യം കാഴ്ചവെച്ചു. തീർച്ചയായും ഖിലാഫ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നമുക്കറിയാം, IPL-ന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളെ എടുത്താൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംഘമാണ് RCB എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്ക് ഈ അഹമ്മദാബാദിൽ തന്നെ കാണാം. അഹമ്മദാബാദ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ടാണ്. പക്ഷേ ആ ഹോം ഗ്രൗണ്ട് കാണുമ്പോൾ അത് RCB ടീമിന്റെ ഹോം ഗ്രൗണ്ട് ആണോ, ചിന്നസ്വാമി സ്റ്റേഡിയം ആണോ എന്ന് തോന്നുന്ന തരത്തിലാണ് ആ ആരാധകരുടെ ഒരു ആവേശം കാണുന്നത്. തുടക്കം മുതൽ തന്നെ ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ആരാധകർ അത്രമാത്രം ആവേശത്തോടെ ഒഴുകിയെത്തിയത് ഈ കിരീടം നിലനിർത്തുക എന്നതാണ്. ഇതിന് ഒരുപക്ഷെ ചരിത്രപരമായി തന്നെ പറഞ്ഞാൽ നമുക്ക് ഇതറിയാം, 19ാമത്തെ സീസണാണ്. ഇതിൽ കഴിഞ്ഞ തവണ കിരീടം നേടുന്നത് വരെ കാത്തിരുന്ന ആരാധകരായിരുന്നു. കഴിഞ്ഞ തവണ പക്ഷേ കിരീടം നേടുകയും അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോയൊരു ദുഃഖം, അത് RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ആഘോഷത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റിയില്ല. പിന്നീട് ആ ഒരു തരത്തിലും അത് ആഘോഷം പറയാൻ പറ്റുന്ന സമയത്തൊക്കെ ഈ ദുരന്തമാണ് അവർക്ക് മുന്നിലുള്ള ഒരു ദുഃഖം. അത് മറികടക്കാൻ വേണ്ടി ഇത്തവണ അവർക്ക് കിരീടം വേണമായിരുന്നു. ആ സംഘം ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മൾ പറയും ബൗളിങ്ങിൽ ഏറ്റവും ദുർബലമായ സംഘമായി എല്ലാ കാലത്തും വിലയിരുത്തപ്പെട്ട ടീമാണ് RCB. ആ അർത്ഥത്തിൽ എത്ര വലിയ സ്കോർ ചെയ്താലും അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഘമായി ഒരു ബൗളിംഗ് നിര അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ സീസണിലാണ് ഒരുപക്ഷെ മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ആ ഒരു സംഘം കൃത്യമായി തന്നെ ഹേസൽവുഡ് അടക്കമുള്ള താരങ്ങൾ വന്നതോട് ആ ഒരു സംഘത്തിന് ഒരു ബൗളിംഗ് യൂണിറ്റായി അത് മാറുന്നത്. അതിന് അതേ സംഘത്തെ തന്നെ നിലനിർത്തുക, ഇത്തവണയും സമാനമായി തന്നെ അതേ നായകനെ നിലനിർത്തുക, വലിയ ഒരു ആവേശം. നമുക്ക് ഈ ആരാധകരിലേക്ക് കൂടി ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ വലിയ ആഘോഷമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. ഇപ്പോൾ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നുള്ള ആരാധകരുടെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. വലിയ ആവേശം, വലിയ ആഘോഷമാണ് കാണുന്നത്. തീർച്ചയായും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ പരിശീലകൻ്റെ കാര്യം കൂടി നമ്മൾ ഇതിൽ എടുത്തു പറയണം. 2024 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിൻ്റെ പരിശീലകനായി എത്തുന്നു ആൻഡി ഫ്ലവർ. പിന്നെ ആ ഒരു വർഷം തന്നെ പ്ലേ ഓഫിലേക്ക് എത്തുന്നു. ഒപ്പം കഴിഞ്ഞ വർഷം കിരീട ജേതാക്കളാവുന്നു, ഇപ്രാവശ്യവും കിരീട ജേതാക്കളാവുന്നു. അപ്പോൾ ആ ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ഒരു മികച്ച തീരുമാനങ്ങൾ, ഏതൊക്കെ പ്ലെയറിനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്ന ഒരു കൃത്യതയാർന്ന ഒരു വിലയിരുത്തൽ തന്നെയല്ല ഈ ഒരു കിരീടത്തിലേക്കും നയിച്ചിരിക്കുന്നത്. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം
ഒരുപക്ഷെ RCB ഒരു വികാരമായി നിൽക്കുന്ന ഒരു ടീമാണ്. ആ വികാരം ഒരുപക്ഷെ നമുക്കത് വിരാട് കോഹ്ലിയുടെ കരിയറിൽ തന്നെ കാണാം. കരിയറിൽ ഒരിക്കലും വിജയത്തിൻ്റെ അടുത്തേക്ക് ഇതിനു മുൻപും RCB എത്തിയിട്ടുണ്ട്. ഇത് 5ാമത്തെ ഫൈനലാണ്. ഇതിനിടയിൽ 3 തവണ ഫൈനലിൽ ഒരു നിമിഷം RCBയുടെ മുൻ താരം ആശാ ശോഭന കൂടി നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. ആശാ ശോഭന, എങ്ങനെ ഈ കളിയെ കാണുന്നു? എത്രമാത്രം ത്രസിപ്പിക്കുന്ന ജയമാണ്? സന്തോഷമുണ്ട്. RCB 2ാം തവണയാണ് ഇപ്പൊ വിൻ ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, ഈ ടൂർണമെന്റ് മുഴുവൻ നമ്മൾ നോക്കി കണ്ടാൽ തന്നെ അറിയാം RCB കംപ്ലീറ്റ് എല്ലാ ടീമിനെയും ഡോമിനേറ്റ് ചെയ്താണ് വന്നത്. വിരാട് കോഹ്ലിയുടെ ഒരു ഭയങ്കര ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് ആയിരുന്നു ഇന്ന്. എസ്പെഷ്യലി ഫൈനൽസ് കളിക്കുമ്പോൾ ചേസ് മാസ്റ്റർ ആണ് ആള്. അത് പിന്നെയും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ IPL സീസണിൽ ഒരു ചോദ്യം കൂടി പ്രസക്തമാകുന്നത് വൈഭവ് സൂര്യവംശിയെ കുറിച്ചാണ്. നേരത്തെ തന്നെ പലയിടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു പ്ലെയറാണ്. പക്ഷേ ഈ IPL സീസണിൽ വൈഭവ് സൂര്യവംശി ഒഴിവാക്കി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ആരാധകർക്ക് അത് ഇഷ്ടമാകും എന്ന് കരുതുന്നില്ല. എങ്ങനെ വിലയിരുത്തുന്നു? വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാർ പ്ലെയർ ആണ്. അടുത്ത വരാൻ പോകുന്ന ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ്. ഐ മീൻ, ഇപ്പൊ നമുക്ക് ഇന്ത്യൻ ടീമിനെ നോക്കിയാൽ തന്നെ സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ, സൂര്യവംശി, എനിക്ക് അറിഞ്ഞൂടാ എത്ര ഓപ്പണേഴ്സ് ആണ് ഇനി ഉള്ളതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും എക്സ്പ്ലോസീവ് അറ്റ് ദ മൊമെന്റ് സൂര്യവംശി തന്നെയാണ്. അപ്പൊ ഭയങ്കര ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് സൂര്യവംശിക്ക് മാത്രമല്ല നമ്മുടെ മുഴുവൻ ഇന്ത്യൻ ക്രിക്കറ്റിനും. നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആവേശകരമായിരുന്നു താങ്കളുടെ പ്രതികരണവും എന്ന് മനസ്സിലാക്കുന്നു. ഖിലാഫ് അഹമ്മദും രുജീഷും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തുടങ്ങുന്നു. രുജീഷ, ഖിലാഫ്, അത് തന്നെയാണ് ഇപ്പോൾ ആരാധകരെ നമുക്ക് കൂടി പരിഗണിച്ചുകൊണ്ട് പോകുമ്പോൾ വൈഭവ് സൂര്യവംശിയെക്കുറിച്ചും ചില താരങ്ങളെ പ്രത്യേകിച്ചും പറയാതെ ഈ സീസൺ ഒരുപക്ഷെ പൂർത്തീകരിക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയില്ല. ആ വിശദാംശങ്ങളിലേക്ക് കൂടി ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഇതുവരെയുള്ള IPLൻ്റെ ആ സീസണിലും കളിയുടെ പ്രകടനത്തിനെ കുറിച്ചും. തീർച്ചയായും ആനന്ദ്, നമുക്കറിയാം ഈ സീസൺ എന്തായാലും ഇപ്പോൾ RCB തൂക്കിയെങ്കിൽ കൂടി അതിൽ ഒരു താരത്തെ വിലയിരുത്തുമ്പോൾ നമുക്കത് വൈഭവ് സൂര്യവംശിയെ പറയാതിരിക്കാനാവില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ തന്നെ വൈഭവ് സൂര്യവംശി ഒരു 14കാരൻ വന്ന് നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് കണ്ടത്. ഇത്തവണ അത് 15 വയസ്സിലേക്ക് എത്തുമ്പോൾ പോലും ആ വിസ്മയം തുടരുന്നു എന്നത് മാത്രമല്ല വലിയ ഒരു നിലയിലേക്ക്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുമാർ സംഗക്കാര പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അവസരം നൽകാൻ വേണ്ടി എന്നുള്ള തരത്തിലല്ല, ഒരു താരത്തിന് അവസരം നൽകുക എന്ന അർത്ഥത്തിലല്ല അദ്ദേഹത്തെ ടീമിലേക്ക് എടുത്തത്. വൈഭവ് സൂര്യവംശി ഒറ്റയ്ക്ക് ടീമിനെ ജയിപ്പിക്കാൻ ശേഷിയുള്ള താരമാണ് എന്ന ഒരു പ്രശംസ ഇതിഹാസ താരങ്ങളടക്കം പറയുന്ന തരത്തിലേക്ക് വൈഭവ് മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി എപ്പോൾ അരങ്ങേറും എന്നത് മാത്രമാണ് ഇനിയൊരു ചോദ്യം. ആ തരത്തിലേക്ക് മാറിയ ഒരു താരമാണ്. എന്തായാലും വൈഭവ് സൂര്യവംശിയിലേക്ക് തന്നെ ഓറഞ്ച് ക്യാപ്പ് എത്തുന്നു. ഓറഞ്ച് ക്യാപ്പിന് ഒരു എതിരാളി പോലും ഇല്ലാത്ത തരത്തിലായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം. 2 സെഞ്ചുറികൾ കുറിക്കുന്നു, അർദ്ധ സെഞ്ചുറികൾ തുടർച്ചയായി, അത് സെഞ്ചുറിക്ക് അരികിലെത്തുന്ന അർദ്ധ സെഞ്ചുറികൾ ഉണ്ടാകുന്നു. വലിയ വിസ്മയകരമായ പ്രകടനം നടത്തിയ ഒരു താരം തന്നെ. ഈ IPLൻ്റെ താരം എന്ന അർത്ഥത്തിൽ നമുക്ക് വൈഭവ് സൂര്യവംശിയെ തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം വാങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഈ മത്സരം കാണാനും വൈഭവ് സൂര്യവംശി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിരാട് കോഹ്ലി പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ കാത്തിരിപ്പിന് ഒരു തുടക്കം എന്ന തരത്തിൽ കഴിഞ്ഞ തവണ കിരീടം നേടി. കാരണം ഒരു ഫ്രാഞ്ചൈസിയിൽ തുടർച്ചയായി ഇത്രയും സീസൺ കളിക്കുക, പല അവസരങ്ങളിലും കിരീടം ഫൈനലിൽ എത്തിയിട്ടും നഷ്ടപ്പെടുക, പക്ഷേ വീണ്ടും ആ ടീമിനെ വിശ്വസിക്കുക, ഒരിക്കൽ കിരീടം നേടിയപ്പോൾ ഒരു ദുരന്തം മുന്നിൽ ഉണ്ടാവുക, ആ ദുഃഖം അവർക്കുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത സീസണിൽ ആ കിരീടം നിലനിർത്താൻ വേണ്ടി അതേ സംഘവുമായി വരിക, വീണ്ടും കിരീടം നേടുക. ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് RCB ആരാധകർ പോകുന്നത്, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ വിരാട് കോഹ്ലിയെ ഈ ഫൈനലിലെ ഒരുപക്ഷെ നമുക്ക് വിരാട് കോഹ്ലിയുടെ ഒരു താരം എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഇന്ന് ഫൈനലിൽ ഉണ്ടായത് എന്നത് കൂടി എടുത്തു പറയണം. കാരണം IPL കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടം കൂടി ഇത്തവണയാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രായത്തിലും നമ്മൾ വിരാട് കോഹ്ലി എന്ന് വിരമിക്കും എന്ന് പലരും ചോദിച്ച ഘട്ടത്തിൽ ഇപ്പോൾ ഈ പ്രായത്തിലും അദ്ദേഹത്തിന് ഏറ്റവും മികച്ച പ്രകടനം, അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് കാലം ഇനിയും വിരാട് കോഹ്ലിക്ക് ഈ ക്രിക്കറ്റ് ബാക്കിയുണ്ട് എന്ന് വിമർശകർക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രകടനം കൂടിയാണ് ഇത്തവണ ഉണ്ടായത്. നമുക്കറിയാം 155 എന്ന് പറയുന്നത് വലിയൊരു ടോട്ടലല്ല, പക്ഷേ ഒരു ഫൈനലിലേക്ക് വരുമ്പോൾ ആ സമ്മർദ്ദം കൂടി ചേരുമ്പോൾ അത് അത്ര എളുപ്പമായിരുന്നില്ല അത് മറികടക്കുക. തുടക്കത്തിൽ വിരാട് കോഹ്ലിയും വെങ്കടേഷ് അയ്യരും നടത്തിയ ആ ഒരു പോരാട്ടം തന്നെയാണ് സത്യത്തിൽ RCBക്ക് ഈ കിരീടം കയ്യിലെത്തിച്ചത്. കാരണം ആ ഒരു മൊമെന്റം ഉണ്ടാക്കിയില്ല എങ്കിൽ, വിരാട് കോഹ്ലി തുടക്കത്തിൽ ആക്രമിച്ച് കളിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ